വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പുനരധിവാസ നടപടികളിൽ ആക്ഷേപമുണ്ടെങ്കിൽ അക്കാര്യം അമിക്കസ് ക്യൂറി ഹൈക്കോടതിയെ അറിയിക്കും. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. അഖിൽ, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കണ്ണീരിലാഴ്ത്തിയതാണ് വയനാട്ടിലെ ദുരന്തം. ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ ഇന്നാണ് ആ ഹർജികളൊക്കെ തന്നെ പരിഗണിക്കുക. ആ ഹർജിയിൽ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ, അതായത് അവിടുത്തെ പുനരധിവാസം, അതുപോലെ തന്നെ അവിടുത്തെ വിദ്യാഭ്യാസം, അവിടുത്തെ ടൗൺഷിപ്പ് എന്നീ കാര്യങ്ങളിൽ എന്ത് നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്ന കാര്യം വ്യക്തമാക്കണമെന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ പരാമർശിച്ചത്. കാരണം വാരിക്കോരിയാണ് വാഗ്ദാനങ്ങൾ സർക്കാർ നൽകുന്നത്. ഓരോ തവണയും മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാവരും തന്നെ വയനാടിനെ പുനരധിവസിപ്പിക്കുമെന്ന് പറയുമ്പോഴും വ്യക്തമായ ഒരു പാക്കേജ് നൽകാൻ, അല്ലെങ്കിൽ വ്യക്തമായൊരു വിശദാംശങ്ങൾ നൽകാൻ തയ്യാറാകുന്നില്ല. ഇതിനെയാണ് ഇപ്പോൾ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുന്നത്. നിങ്ങൾ എന്താണ് വയനാട്ടിന് വേണ്ടി ചെയ്യാൻ പോകുന്നത്? എന്തു തരത്തിലുള്ള പദ്ധതിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഏത് തരത്തിലാണ് ആ പദ്ധതി അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായി അറിയിക്കണമെന്നൊരു നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആ കാര്യത്തിൽ ആണ് ഇപ്പോൾ ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്നത്. വിനോദ്, തന്നെയാണ് ഹൈക്കോടതി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട സ്വമേധയാ എടുത്ത കേസ് ഇന്ന് പരിഗണിക്കുന്നു. വിവരങ്ങൾ നൽകിയായിരുന്നു അഖിൽ.